ഉറപ്പായി പ്രവചിക്കപ്പെട്ട കാലവർഷം എവിടെയാണ് പോയത്? പ്രവചിക്കപ്പെടാത്ത അത്യുഷ്ണവും അതിവൃഷ്ടിയും ചുഴലിക്കാറ്റും എവിടെ നിന്നാണ് വരുന്നത്? നടത്തുന്നത് ഭരണകൂടങ്ങളാകുമ്പോൾ ഹിംസയും നിയമമാകും. അമ്മയെ കാണാൻ ഇന്ത്യ ടുഡേയുടെ കണ്ണിൽ മോദിയും രാഹുലും. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വാർത്ത സൃഷ്ടിച്ചത് മനുഷ്യരല്ല, ഭൂമിയാണ്. ഭൂകമ്പവും പ്രളയവും കൊടുങ്കാറ്റും വരൾച്ചയും. ഒരേ ആഴ്ചയിൽ ഇതെല്ലാം അനുഭവിപ്പിച്ചുകൊണ്ട് എന്ത് സന്ദേശമാണ് ഭൂമി നമുക്ക് നൽകുന്നത്? അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം പതിവാണെങ്കിലും ഇത്തവണത്തേത് 20 വർഷത്തെ ഏറ്റവും തീവ്രമായ ഭൂകമ്പം. An earthquake of magnitude 6.1 killed hundreds of people in Afghanistan early on Wednesday. At least 1,000 died and more than 600 were injured, according to disaster management officials. The toll is expected to grow as information trickles in from remote mountain. റിക്ടർ അളവിൽ 6.1 ആണ് തീവ്രത. കെടുതികളും യുദ്ധവും ചവിട്ടിയരച്ച മണ്ണാണ് അഫ്ഗാന്റേത്. അതിനു പുറമെ ഉപരോധങ്ങൾ അതിനെ പാടെ തകർത്തു. ഇപ്പോൾ ഭൂകമ്പവും. ആദ്യ ദിവസം തന്നെ സ്ഥിരീകരിച്ചത് 1000-ലേറെ മരണവും വ്യാപക നഷ്ടവും. പക്ഷേ പടിഞ്ഞാറായിരുന്നെങ്കിൽ ആഴ്ചകളോളം ലീഡ് വാർത്തയാകുമായിരുന്ന ഇത് ഒറ്റ ദിവസത്തെ തലക്കെട്ടിലൊതുക്കി മാധ്യമങ്ങൾ. അഫ്ഗാനെതിരായ ഉപരോധം നീക്കം ചെയ്യുകയാണ് ലോകരാഷ്ട്രങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അമേരിക്ക പിടിച്ചുവെച്ച അഫ്ഗാന്റെ പണം വിട്ടുകൊടുക്കുകയും വേണം. പാവം മനുഷ്യരോട് മനുഷ്യത്വം കാട്ടണം. അനുശോചന സന്ദേശങ്ങൾ പോരാ. Many of the victims were children. Some were treated for broken bones and head injuries. A man who gave only the name Habibullah was receiving care at a local hospital. The earthquake hit around 2 in the morning. It was too dangerous. We left home immediately. A lot of people were injured. അർദ്ധരാത്രിയിലുണ്ടായ അഫ്ഗാൻ ഭൂകമ്പത്തിന്റെ തുടർച്ചയായി പാകിസ്ഥാനിലും ഇന്ത്യയിലും ചലനം അനുഭവപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച അമേരിക്കയിലെ മോണ്ടാനയിൽ പെരുമഴയും പ്രളയവും നാശമുണ്ടാക്കി. പ്രസിദ്ധമായ യെല്ലോ സ്റ്റോൺ പാർക്ക് അടക്കം അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ജീവഹാനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിലും നാശനഷ്ടം വലുതാണ്. ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കം അനുഭവപ്പെട്ട സമയത്ത് തന്നെ അമേരിക്കയുടെ മധ്യഭാഗം ചൂടും വരൾച്ചയും സഹിക്കേണ്ടി വരുന്നു. 4000-ഓളം കന്നുകാലികൾ പെട്ടെന്നുണ്ടായ കൊടും ചൂട് കാരണം ചത്തൊടുങ്ങിയ വാർത്തയുണ്ട് കാൻസസിൽ നിന്ന്. Reports are ranging anywhere from 2,000 to 4,000 head of cattle were killed suddenly without explanation, at least publicly. We didn't know right away. Can you break down what actually did happen? Sure. So actually what happened was really an unusual and very unfortunate weather event in that region of our state. So the southwestern region of Kansas saw a 10 to 14 degree weather or a temperature increase almost overnight. They went from pretty mild temperatures for that region. They were ranging in the 80s to 90s to the 107, 108 on that Saturday and Sunday. And they also saw a tremendous increase in humidity, which is something that that region of the state does not normally have to deal with. ചൂട് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുകയാണ് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. The persistent heat dome coming from the western U.S. from last week is heading towards the northern plains and upper Midwest and will continue to shift further eastward this week. It is expected to end in the Great Lakes and the Mid-Atlantic region. In the coming week, about 70% of the U.S. population will see temperatures above 90 degrees Fahrenheit. Major cities like Minneapolis, Chicago, Nashville, Memphis, Dallas, New Orleans, and Atlanta may experience temperatures near or more than 100 degrees Fahrenheit. കൊടും ചൂട്, വെള്ളപ്പൊക്കം, കാട്ടുതീ എല്ലാം ചേർന്ന് കെടുതി വിതയ്ക്കുന്നു. ഗ്രീസിലെ ആഥൻസിൽ കൊടുങ്കാറ്റും ചൂടും മൂലം കാട്ടുതീ പടർന്ന് വീടുകൾക്ക് വരെ നാശമുണ്ടാക്കി. തീ അനിയന്ത്രിതമായതോടെ സ്ഥലവാസികൾ വീടൊഴിഞ്ഞു പോയി. 6 വിമാനങ്ങൾ നിരന്തരം അഗ്നിശമനികളുമായി ചെന്ന് തീ അണച്ചു. അമേരിക്കയിലെയും യൂറോപ്പിലെയും ഏഷ്യയിലെ തന്നെയും കാലാവസ്ഥാ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പുറത്ത് ചൈനയിലും സ്ഥിതി മെച്ചമല്ല. തെക്കൻ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം, അത് രൂക്ഷമാക്കിക്കൊണ്ട് ചുഴലിക്കാറ്റും പെരുമഴയും.
60 വർഷത്തെ ഏറ്റവും ശക്തമായ മഴ 1.5 ലക്ഷം പേരെ ഒഴിപ്പിച്ചു. പതിവിലും 30% കൂടുതലാണ് മഴ. വെള്ളം കയറി വീടുകൾ ഒലിച്ചുപോയി, ഏതാനും പേർ മരിച്ചു. ബെയ്ജിങ്ങിൽ മഞ്ഞ് പെയ്ത്ത് പ്രളയം. നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും വെള്ളം പൊങ്ങി ലക്ഷക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചു. In some areas has been the heaviest in 60 years. Authorities in Guangdong said on Monday that more than 200,000 people have been evacuated over the course of the disaster, and that the damage so far is estimated at 1.7 billion yuan, $254 million. The evacuees were among almost 480,000 people affected by the rains and floods, according to the officials. Shaoguan also issued a red flood alert, the most serious, on Tuesday morning, after multiple rural counties in the major city of Foshan upgraded their flood warnings in recent days. In neighboring Guangxi region, muddy water was seen flooding urban areas and emergency rescuers were seen evacuating villagers on rubber dinghies, according to state media images. ആഫ്രിക്കയും മുക്തമല്ല. 2 മാസം മുൻപാണ് സൗത്ത് ആഫ്രിക്കയിൽ 50ഓളം പേരുടെ മരണത്തിനും വമ്പിച്ച നാശത്തിനും കാരണമായ പ്രളയമുണ്ടായത്. After a day of searching, exhausted volunteers moved to another location. Dozens have died in what authorities are calling the tragic toll of the force of nature. In some areas, months of rain fell in a single day and without warning. Rescuers were overwhelmed with calls. Workers, learners, teachers evacuated to places of safety. Authorities say most of the province is affected. Highways are submerged, roads completely washed away. Some communities are completely cut off. ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് പെരുമഴ വന്നത്. മാസങ്ങൾ കൊണ്ട് പെയ്യുന്ന വെള്ളം ഒറ്റ ദിവസം കൊണ്ട് പെയ്തു. കാലാവസ്ഥാ പ്രതിസന്ധിയുടെ നേർചിത്രമെന്ന് നിരീക്ഷകർ. കണക്കും പ്രവചനവും പിഴയ്ക്കുന്ന സ്ഥിതിയാണ് ഇന്ത്യയിലും. അസമിലെ പ്രളയം കാലം തെറ്റി വന്ന മഴ കൊണ്ടുണ്ടായതാണ്. നമ്മുടെ പടിഞ്ഞാറൻ തീരം മഴയില്ലാതെ പ്രയാസപ്പെടുമ്പോഴാണ് കിഴക്ക് പെരുമഴ, പതിവിൽ കവിഞ്ഞ മഴ. Assam remains unchanged on Monday as the situation continues to look grim. The state has recorded over 100% more rains than normal, which is not unusual in Assam, especially during the monsoon season, but it is facing one of the biggest floods in a decade. Over 47 lakh have been affected across 30 districts. 11 people have died in the last 24 hours. And in Kanpur, Nagaon district, over 100 villages have been inundated. അങ്ങ് കിഴക്ക് പെരുമഴ പെയ്യുമ്പോൾ ഇങ്ങ് പടിഞ്ഞാറ് കാലവർഷം ദുർബലമാണ്. പല തവണ പ്രവചിച്ചിട്ടും മൺസൂൺ മടിച്ചു നിൽക്കുക തന്നെയാണ്. ജൂണിന് മുൻപ് തന്നെ മഴ പ്രവചിച്ചിരുന്നു അധികൃതർ. അതും പല തവണ. ജൂൺ എത്തും മുൻപ് നാം പലതവണ യെല്ലോ അലേർട്ടും റെഡ് അലേർട്ടും കേട്ടു. പക്ഷേ ജൂണിൽ ഇതുവരെ പെയ്തത് പതിവിലും നന്നേ കുറഞ്ഞ മഴ മാത്രമാണ്. ഇത് ജൂൺ 11 BBC റിപ്പോർട്ടാണ്. മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമം. കിണറ്റിൽ വെള്ളം വറ്റി. ഇടയ്ക്ക് ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന കിണറ്റിലൊഴിക്കും. അന്നേരത്തെ തിരക്കാണിത്. ഗ്രാമപഞ്ചായത്ത് അയക്കുന്ന ടാങ്കർ വെള്ളമില്ലെങ്കിൽ അവരുടെ നിത്യജീവിതം പ്രയാസകരമാകും. ഈ കിട്ടുന്നത് പോലും ശുദ്ധവെള്ളവുമല്ല, കലക്കവെള്ളമാണ്. ഇത് ഈ 1500 പേരുടെ മാത്രം കാര്യമല്ല താനും, മാറി വരുന്ന ഭൂമിയുടെ തന്നെ കാര്യമാണ്. ഫെബ്രുവരിയിൽ പുറത്തുവിട്ട ആഗോള കാലാവസ്ഥാ സമിതി IPCC റിപ്പോർട്ട് സ്ഥിതിയുടെ ഗൗരവം ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നീട് ആ കണ്ടെത്തലുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടേയുള്ളൂ. ജീവയോഗ്യമല്ലാതാവുകയാണ് ഭൂമി എന്ന്. ഇത് തിരിച്ചറിയുകയും പരിഹാരത്തിന് ശ്രമിക്കുകയുമാണ് ആവശ്യം. പതിവില്ലാത്ത വിധത്തിലാണ് ചൂട് കൂടി വരുന്നത് എന്നാണ് വാർത്ത. ഇന്ത്യയിൽ കിഴക്ക് ഭാഗത്തെ പ്രളയവും പടിഞ്ഞാറ് ഭാഗത്തെ വരൾച്ചയും പ്രവചനാതീതമായ കാലാവസ്ഥയും വെറുതെ ഉണ്ടായി വന്നതല്ല. ജമ്മു കശ്മീർ, ചൈന, അമേരിക്ക, ബംഗ്ലാദേശ്, ഒമാൻ, ഫിലിപ്പീൻസ്, അസം, ഇന്ത്യ. ആർട്ടിക് മുതൽ എല്ലാ ഭൂഖണ്ഡങ്ങളും പ്രതിസന്ധി നേരിടുന്നു.
ഇത് മനുഷ്യനുണ്ടാക്കി തീർത്ത പ്രതിസന്ധിയാണെന്ന് ശാസ്ത്രവും പറയുന്നു. മലിനീകരണത്തിൽ നിന്ന് ശുചീകരണത്തിലേക്ക് മാറേണ്ട സമയമായി. പക്ഷേ രാഷ്ട്രങ്ങൾ, അവയുടെ ഭരണകൂടങ്ങൾ, തീരുമാനമെടുത്ത് നടപ്പാക്കേണ്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾ എല്ലാം ആത്മാർത്ഥതയില്ലാത്ത കാട്ടിക്കൂട്ടലുകളിൽ മാത്രം ശ്രദ്ധിക്കുന്നു. US പ്രസിഡന്റ് ബൈഡന്റെ ഈ പദ്ധതി ഉദാഹരണം. സൈനിക വാഹനങ്ങൾ കാലാവസ്ഥാ സൗഹൃദമാക്കുമത്രേ, എന്ന് വെച്ചാൽ അവ വൈദ്യുതി വാഹനങ്ങളാക്കുമെന്ന്. ഏറ്റവും വലിയ മലിനീകരണ ഉറവിടം യുദ്ധവും ആയുധങ്ങളുമാണ്. ഈ രംഗത്തെ ഏറ്റവും വലിയ കുറ്റവാളി അമേരിക്കയും. യുദ്ധവും യുദ്ധച്ചെലവും കുറക്കുന്നതിന് പകരം സൈനിക വാഹനങ്ങൾ വൈദ്യുതിയിൽ ഓടിക്കലാണ് പരിപാടി. കൊള്ളാം. എന്നിട്ട് യുദ്ധത്തിനുള്ള ബജറ്റും അധികരിപ്പിക്കുകയാണ്. ഇതിനകം തന്നെ വീണ്ടെടുക്കാനാവാത്ത നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. കാടുകൾ, പവിഴപ്പുറ്റുകൾ, ജീവിവർഗങ്ങൾ, വരൾച്ച കൂടി മരുഭൂമി വ്യാപിക്കുന്നു. പരിഹാരം സാധ്യമാണ്, അതിന് ഇച്ഛാശക്തിയാണ് വേണ്ടത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി മലിനീകരണം കുറയ്ക്കണം. ഐവറി കോസ്റ്റിൽ വന്യജീവി സങ്കേതത്തെ കയ്യേറ്റത്തിൽ നിന്ന് രക്ഷിക്കാൻ കോൺക്രീറ്റ് മതിൽ പണിയുന്നു. നെതർലൻഡ്സിൽ വന്യജീവികൾക്ക് മാത്രമായി കൃത്രിമ ദ്വീപുകൾ നിർമ്മിക്കുന്നു. സ്കോട്ട്ലൻഡിലും മറ്റും ഗണ്യമായ തോതിൽ ഭൂമി കാടും വന്യജീവി സങ്കേതങ്ങളുമായി മാറ്റുകയാണ്. ഇന്ത്യയിൽ സൗരോർജ്ജമടക്കമുള്ള പുനരുപയോഗക്ഷമമായ ഇന്ധനങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ നേർക്കുനേർ വന്നു നിൽക്കുന്ന പ്രതിസന്ധി വലുതാണ്. മഴക്കുറവ്, അതിവർഷം, ചൂട്, കൊടുങ്കാറ്റ്, മലിനീകരണം. നമ്മുടെ പരിഹാര ശ്രമങ്ങൾ നന്നേ കുറവാണ്, ഏറെ വൈകിയും.